ഓക്കെ, അപ്പം നമുക്ക് ആൻഷ്യൻ ഹിസ്റ്ററി തുടങ്ങാം. ഓക്കെ, പ്രീ ഹിസ്റ്ററി, അതേപോലെ തന്നെ ഹിസ്റ്ററി, പിന്നെ പ്രോട്ടോ ഹിസ്റ്ററി, ഇങ്ങനെ 3 ഭാഗങ്ങളാണുള്ളത്. പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതിൽ റിട്ടേൺ റിസോഴ്സസ് ഒന്നുമില്ല. അതായത് പണ്ടത്തെ ഏറ്റവും ആദ്യത്തെ ഹിസ്റ്ററിയിൽ നമുക്ക് ആരും ഒന്നും എഴുതി വെച്ചിട്ടില്ല, നമുക്ക് അതിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരും രാജാക്കന്മാരും അതേപോലെ പുതിയ റിലീജിയൻ ബുദ്ധിസം ജൈനിസം ഒക്കെ വന്നിട്ട് കുറേ എഴുതിയിരുന്നു, ഫോറിനേഴ്സ് വന്നിട്ട് എഴുതിയിരുന്നു. അപ്പോൾ അത്രയും റെക്കോർഡ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇല്ലേ. ഹാരപ്പൻ്റെ ആയാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ എന്നാലും അവരൊക്കെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഏകദേശം മറ്റേ ഹാരപ്പൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറെ കുറേ സിവിലൈസേഷൻസ് ബാക്കി വേൾഡിൽ പല പല ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം മനസ്സിലായില്ലെങ്കിലും ആ സമയത്ത് എങ്ങനെ ആൾക്കാർ ജീവിച്ചിരുന്നു, വേറെ സ്ഥലത്ത് എങ്ങനെയൊക്കെയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പത്തെ സമയം നോക്കുമ്പോൾ ആ സമയത്ത് ആരും ഒന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നമുക്ക് അതിനൊന്നും മനസ്സിലായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറെ കുറേ സോഴ്സസ് ഒക്കെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. നമ്മൾ പറയാം. അത് കഴിഞ്ഞിട്ടാണ് ഹിസ്റ്ററി വരുന്നത്. ഹിസ്റ്ററി എന്ന് പറയുമ്പം ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിട്ടേൺ മെറ്റീരിയൽസ് വെച്ചിട്ടാണ്. ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് റിട്ടേൺ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ സോഴ്സസ് ഒക്കെ നോക്കിയിട്ടാണ് അവർ ഹിസ്റ്ററി മനസ്സിലാക്കിയത്. പിന്നെ പ്രോട്ടോ ഹിസ്റ്ററി. ഓക്കെ, അത് ആ ഹിസ്റ്ററി കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് പ്രോട്ടോ ഹിസ്റ്ററി. ഇനി ഈ പ്രീ ഹിസ്റ്ററി എങ്ങനെ മനസ്സിലാക്കിയിരുന്ന വേറെ സോഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. പ്രീ ഹിസ്റ്റോറിക് സൈറ്റ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് എഴുതുന്നതിന് മുമ്പുള്ള സൈറ്റ്സ് ഉണ്ട്. ആ സൈറ്റിൽ പോയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവിടുത്തെ ആഷസ്, അതായത് ആഷസ് കണ്ടാൽ മനസ്സിലാവും അവിടെ തീ ഉണ്ടായിരുന്നു ഇല്ലേ. അവിടുത്തെ പോലെ കേവ് പെയിന്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇല്ലേ. കേവ് പെയിന്റിങ്ങിൽ അവർ ചിലപ്പം കുറേ ആനിമലൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അത്ര ആനിമൽ ഉണ്ടായിരുന്നു, ഇവരെന്താ ചെയ്തിരുന്നത്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു സമയത്ത് പ്രോമനൻ്റ് ആയിട്ട് ഹാബിറ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് ആ സമയത്ത് സെറ്റിലായിട്ട് ആരും ജീവിച്ചിരുന്നില്ല, എല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നൊമാഡിക് ലൈഫായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായിരുന്നത് പ്ലാന്റ്സും ആനിമൽസിനെയും ഫോസിൽസ് വെച്ചിട്ടാണ് നമുക്ക് അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിരുന്നത്. ഓക്കെ, പണ്ടത്തെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഒരു എവിഡൻസും ഇല്ല. പണ്ടത്തെ ഏറ്റവും ആദ്യം, അതായത് ഇപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യമായിട്ട് ഒരു ജീവൻ വന്ന സമയം, ആ ഒരു സമയം ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ആ ഒരു സമയം എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ കിട്ടുന്നത് ഫോസിൽസ് ആണ് അല്ലേ. ആൾക്കാർ മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ മരിച്ച് ഡീകമ്പോസ് അതിൻ്റെ ഫോസിൽ വെച്ചിട്ടാണ് നമുക്ക് ആ സമയത്ത് ഹാബിറ്റേഷൻ ഉണ്ടായിരുന്നതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഇതൊക്കെ എവിടുന്ന് കണ്ടത്, അതായത് പ്ലാറ്റ്യൂസിൻ്റെ ഹിൽ ടോപ്പ്, അതേപോലെ തന്നെ മൗണ്ടൻ, അതേപോലെ തന്നെ ബാങ്ക്സ് ഓഫ് റിവർ എന്തായാലും വേണം. കാരണം എല്ലാവർക്കും ജീവിക്കണമെങ്കിൽ എന്ത് വേണം, വെള്ളം വേണം. അപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ സെറ്റിൽ ആയിക്കൊണ്ടിരുന്നത് എവിടെയാണ്, റിവറിൻ്റെ അടുത്താണ്. ഓക്കെ, മെയിനായിട്ടുള്ള സിറ്റി മൊത്തം ഉണ്ടായിരുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്ന റിവറിൻ്റെ അടുത്താണ് നമുക്ക് മെയിനായിട്ടുള്ള സിറ്റി മൊത്തം കാണാൻ പറ്റിയിരുന്നത്. ഓക്കെ, ബാങ്ക്സ് ഓഫ് റിവർ വിത്ത് ടെറസ്, അതേപോലെ തന്നെ ഹിൽ സ്ലോപ്സ്. ഓക്കെ, പ്ലാറ്റ്യൂസിൻ്റെ ഹിൽ സ്ലോപ്സും മൗണ്ടൻസിൻ്റെ ഹിൽ സ്ലോപ്സിലൊക്കെയാണ് നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയത്. അവിടെയൊക്കെ ആയിരുന്നു ആൾക്കാർ ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമുക്ക് ഈ ഫോസിലൊക്കെ കിട്ടിയിരുന്നത്. പിന്നെ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്റ്റോൺ ടൂൾസ് ഉണ്ടല്ലോ, അതിൻ്റെ യൂസേജ് ഭയങ്കര പ്രൊമനൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് നമ്മൾ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോൺ ഏജിനെ നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ സ്റ്റോൺ ഏജ് ആദ്യം നമ്മൾക്ക് ഫുൾ സ്റ്റോണായിട്ട് യൂസ് ചെയ്തിരുന്നു, പിന്നെ അതിനെ പല ഷേപ്പാക്കി ഉപയോഗിച്ചു. പിന്നെ കുറച്ച് മൈക്രോലിത്ത് എന്ന് പറയും, അതായത് കുഞ്ഞ് ആരോ, അതേപോലെ തന്നെ ഇപ്പോൾ ഇടിച്ചു കൊല്ലാൻ പറ്റുന്ന പോലത്തെ സാധനങ്ങൾ, അങ്ങനത്തെ അതേപോലെ തന്നെ സ്റ്റോൺ വെച്ച് വേറെ ബാക്കിയുള്ള കാര്യത്തിന് യൂസ് ചെയ്യുന്ന പോലെ സ്റ്റോൺ വെച്ച് ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ മെല്ലെ സ്റ്റോണേജ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ സ്റ്റോണേജ് നമ്മൾ പഠിക്കുന്നത്. അപ്പം എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആദ്യം നമുക്ക് റിട്ടേൺ റെക്കോർഡ്സ് ഉള്ളതിനൊക്കെ മുമ്പ് എങ്ങനെയാണ് അവിടെ ആൾക്കാരുണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹാബിറ്റേഷൻസ് ഒക്കെ എവിടെയായിരുന്നു നോക്കി. അപ്പോൾ ആൾക്കാർ കൂടുതലുണ്ടായിരുന്നത് റിവറിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഹിൽ സ്റ്റോപ്സിൻ്റെ ഒക്കെ അടുത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഫോസിൽസ് ഒക്കെ കിട്ടിയിരുന്നത്. പിന്നെ അവരെ മെയിനായിട്ട് യൂസ് ചെയ്തതാണ് സ്റ്റോൺ ടൂൾസ്. അപ്പോൾ സ്റ്റോൺ ടൂൾസ് നോക്കിയിട്ടാണ് അവിടുത്തെ ആൾക്കാരെ എങ്ങനെ ജീവിച്ചിരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഓരോ ചേഞ്ചസ് വന്നുകൊണ്ടിരുന്നത് സമയം കഴിയുന്തോറും, അതൊക്കെ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ഹിസ്റ്ററിയുടെ സോഴ്സസ് നോക്കാം. ഓക്കെ, പോളൻ അനാലിസിസ് അല്ലേ. പോളൻ എന്തൊക്കെ ക്രോപ്സ് അല്ലെങ്കിൽ എന്തൊക്കെ മരങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോളൻ എടുത്ത് അനലൈസ് ചെയ്ത് നോക്കി. ഓക്കെ, പിന്നെ ജിയോളജിക്കൽ സ്റ്റഡീസ് ഇല്ലേ, ആർക്കിയോളജി ജിയോളജിക്കൽ ബേസ്ഡ് സ്റ്റഡീസ് ഒക്കെ ചെയ്തു. പിന്നെ കോയിൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും. കോയിൻസിനെ വെച്ച് പഠിക്കുന്നതിനാണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ കോയിൻസ് നമുക്ക് ഉണ്ടായിരുന്നത് മൗര്യൻ പീരീഡിൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കോയിനൊക്കെ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ,
ഈ പോസ്റ്റ് ഗുപ്ത പീരീഡ് ആയപ്പോഴേക്കും ആകെ കുറച്ച് കോയിൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഫ്യൂ കോയിൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഗുപ്ത ആദ്യത്തെ സമയത്ത് ഭയങ്കര ഫുൾ ഗോൾഡ്, അതായത് ആ ഒരു കോയിൻ എന്ന് പറയുന്നത് ഫുൾ ഗോൾഡ് ആയിരിക്കും. അതായത് ഇപ്പം ഗോൾഡിന് മറ്റേ കോയിൻ 5 രൂപയുടെ ആണെങ്കിൽ ആ ഫുൾ ഗോൾഡാണ് കണ്ടന്റ്. അപ്പൊ ഗോൾഡിന്റെ കാശ് ശരിക്കും അത് വിറ്റ് കഴിഞ്ഞാൽ കിട്ടും, വെറുതെ അത് 5 രൂപയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ 1 രൂപയുടെ കോയിൻ ആയിരിക്കും, പക്ഷെ ആ ഒരു കോയിൻ ഗോൾഡ് ആണെങ്കിൽ നമ്മൾ കൊണ്ട് വിൽക്കത്തല്ലേ ഉള്ളൂ, അല്ലാണ്ട് 1 രൂപയുടെ കോയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യില്ലോ. അതേപോലെ നടന്നിരുന്നത് ഗുപ്തയുടെ സമയത്തുള്ള ഗോൾഡ് കോയിൻസ് ഒക്കെ ഭയങ്കര വാല്യൂ ആയിരുന്നു. പക്ഷെ ഗുപ്ത കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും കോയിൻസ് കുറഞ്ഞു, അതേപോലെ തന്നെ കോയിൻ്റെ ഉള്ളിലുള്ള ഗോൾഡ് കണ്ടന്റ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ആൾക്കാർ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, ഇപ്പം അതായത് ഹിസ്റ്റോറിയൻസ് എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, അത് ആ ഒരു സമയമാകുമ്പോഴേക്കും അവിടുത്തെ കാശൊക്കെ കുറഞ്ഞു, അതുകൊണ്ടാണ് ഗോൾഡ് കോയിൻസ് കുറഞ്ഞതും ഗോൾഡിന്റെ കണ്ടന്റ്, അതായത് ഗോൾഡ് കണ്ടന്റ് ഒക്കെ കുറയാനുള്ള കാരണം എന്ന് ആൾക്കാരൊക്കെ വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ പോസ്റ്റ് മൗര്യൻ പീരീഡിലാണ് ഗോൾഡ് ഇന്ത്യൻ കോയിൻസ് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഉണ്ടായിരുന്നത്. അതിനുശേഷം പോസ്റ്റ് ഗുപ്ത പീരീഡ് ആയപ്പോഴേക്കും കോയിൻസ് ഒക്കെ കുറഞ്ഞു വന്നു, ഇൻഡിക്കേറ്റിംഗ് ദ ഡിക്ലൈൻ ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഡ്യൂറിങ് ദാറ്റ് ടൈം. ആ സമയമ്പോഴേക്കും നമ്മുടെ ട്രേഡും കൊമേഴ്സും ഒക്കെ കുറഞ്ഞു, അതേപോലെ തന്നെ അവിടേക്ക് കാശ് ഉണ്ടായിരുന്നില്ല, റവന്യൂ ഉണ്ടായിരുന്നില്ല ഗോൾഡ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ. അങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ കോയിൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഇൻസ്ക്രിപ്ഷൻസ് വെച്ചിട്ടാണ്. ഇൻസ്ക്രിപ്ഷൻ ചെയ്യുന്നത് എവിടെയാണ്? സീലുമ അല്ലേ? പണ്ട് ഇവർ സീലായിരുന്നു കൊടുത്തിരുന്നത്. ഓക്കെ, സീൽ എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ചെയ്തെച്ചാൽ, ഇപ്പോൾ ഒരു സാധനം നമ്മളൊരു ബാഗിലിട്ട് കൊടുത്തു ഇല്ലേ, ഇത് ബാഗിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ബാഗിൻ്റെ അവിടെ അവരിവിടെ സീല് വന്ന് ഇങ്ങനെ ഞെക്കും, അപ്പോൾ സീല് ഞെക്കും. അപ്പോൾ ആ ഒരു സീലായിരുന്നു മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത്. മനസ്സിലായിട്ട്? ഇപ്പം നമ്മുടെ മെയിനായിട്ടൊരു സ്റ്റാമ്പ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവും, അപ്പോൾ കുറച്ച് അതിൽ ഒഴിക്കും, എന്തെങ്കിലും ആ ഒരു കണ്ടന്റ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റാമ്പ് ചെയ്യും. അങ്ങനെയാണ് ആ സീൽ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ സീലുമ്പോൾ മെയിനായിട്ടുള്ള ആനിമൽസ്, കുറേ ആനിമൽസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സമയത്ത് ആനിമലൊക്കെ ഉണ്ടായത്. ഈവൻ യൂണിക്കോൺ ഒക്കെ അതിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ യൂണിക്കോൺ ശരിക്കും ആ യൂണിക്കോൺ അല്ല, വേറെ ഏത് ആനിമലാണെന്നാണ് നമ്മൾ പറയുന്നത്. ഈ 1 ഹോൺഡ് റൈനോസ് ആയിരുന്നു എന്നാണ് ആ യൂണിക്കോൺ നമ്മൾ പറയുന്നത്, അല്ലാണ്ട് യൂണിക്കോൺ ആ സമയത്ത് ഉണ്ടാവില്ലല്ലോ. പിന്നെ അങ്ങനത്തെ കുറേ ആനിമലൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറേ പിന്നെ ബാക്കി ആൾക്കാരൊക്കെ എന്താ ചെയ്തിരുന്നത് ഇല്ലെങ്കിൽ അതേപോലെ തന്നെ പ്രോട്ടോശിവ എന്ന് പറഞ്ഞൊരു ഗോഡാന്നാണ് നമ്മളിപ്പം പറയുന്നത്. അപ്പം ആ ഒരു ഇതൊക്കെ ആ ഒരു സീലുമെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അവിടെ സീലുമെന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിന് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയും. പിന്നെ സ്റ്റോൺ പില്ലേഴ്സ് ഉണ്ടായിരുന്നു, സ്റ്റോൺ പില്ലേഴ്സിൽ ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. റോക്ക്, കോപ്പർ പ്ലേറ്റ്സ്, ടെമ്പിൾ വാൾസ്, ടെമ്പിൾ വാളിൻ്റെ ഉള്ളിലും വോളുമിലും നമ്മൾ കുറേ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വലിയൊരു ടെമ്പിളിൻ്റെ ഉള്ളിൽ ആ ടെമ്പിൾ പണിത ആളുടെ പേരൊക്കെ ശരിക്കും ആ ഇൻസ്ക്രിപ്ഷനിൽ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പല രീതിയിലും പല കാര്യങ്ങളും. ഇപ്പം നമുക്ക് അശോകയുടെ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് പറയാനുള്ള ഓർഡേഴ്സ് ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇൻസ്ക്രിപ്ഷൻ, പില്ലർ ഇൻസ്ക്രിപ്ഷനിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ ഓരോ കിങ് എന്തൊക്കെ ചെയ്തിട്ടുള്ള അവരുടെ അച്ചീവ്മെന്റ്സ് ഒക്കെയാണ് ആ ഇൻസ്ക്രിപ്ഷനിലൊക്കെ എഴുതി വെക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ ആ സമയത്ത് വാർ ചെയ്തിരുന്നു, ഇവരാരൊക്കെ തോപ്പിച്ചത്, ഇല്ലെങ്കിൽ ആ സമയത്ത് എന്തൊക്കെ ഓർഡറാണ് ആൾക്കാർക്ക് കൊടുത്തിരുന്നത്. ഇതൊക്കെ നമുക്ക് ആ ഇൻസ്ക്രിപ്ഷൻ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പിന്നെ വുഡ് ആൻഡ് ടാബ്ലറ്റ്, ബ്രിക്സ്, ഇതൊക്കെയായിരുന്നു ഏർലിയസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ ഒക്കെ നമുക്ക് കണ്ടിരുന്നത്. പിന്നെ ആദ്യത്തെ ഇൻസ്ക്രിപ്ഷൻ മൊത്തം മെയിനായിട്ട് സ്റ്റോണുമിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസ്ക്രിപ്ഷൻ എന്തിലൊക്കെ ഉണ്ടായിരുന്നു? സീൽ, സ്റ്റോൺ പില്ലേഴ്സ്, റോക്സ്, കോപ്പർ പ്ലേറ്റ്സ്, ടെമ്പിൾ വാൾസ്, വുഡൻ ടാബ്ലറ്റ്സ്, ബ്രിക്സ്. ആദ്യം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് സ്റ്റോൺ ആയിരുന്നു. ഓക്കെ, പിന്നെ ലിറ്റററി സോഴ്സസ് അറിയാലോ, നമ്മുടെ എപ്പിക്സ് ഒക്കെ, മഹാഭാരത, രാമായണ, അതേപോലെ തന്നെ കുറേ ബുദ്ധിസം ചൈനീസ് ഒക്കെ വന്നപ്പം അവർ കുറേ എഴുതിയിരുന്നു. അതേപോലെ തന്നെ ഫോറിൻ അക്കൗണ്ട്സ് ഞാൻ പറഞ്ഞില്ലേ, പുറത്തുനിന്ന് ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ കണ്ട് ഇവിടുത്തെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ സമയത്ത് ഭരണോ എങ്ങനെയായിരുന്നു, അതേപോലെ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു, ക്രൂവലായിരുന്നു, അതേപോലെ തന്നെ ഭയങ്കര സ്ലേവറി ഇല്ലായിരുന്നു എന്നൊക്കെ. ഇവിടെ ശരിക്കും സ്ലേവറി ഉണ്ടായിരുന്നു, പക്ഷെ പുറത്തുനിന്ന് വന്ന ആൾക്കാർ പറഞ്ഞത് ഇവിടെ സ്ലേവറി ഇല്ലാതെ എന്നായിരുന്നു. അതെന്താ സംഭവം എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ യൂറോപ്പിലത്തെ സ്ലേവറി എന്ന് പറയുന്നത് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിരുന്നു. അതായത് അവിടെ ഭയങ്കര സ്ലേവറി, അവർ കാശ് കൊടുത്ത് പണിത് ആൾക്കാരെ മേടിക്കും, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ദാസീസും അതൊക്കെയായിരുന്നു. അവർക്ക് വലിയ ഹാർഷായിട്ട് നമ്മളവരെ ട്രീറ്റ് ചെയ്യത്തില്ല ഇല്ലേ, നമ്മൾ സാധാരണ ഒരു ഡൊമസ്റ്റിക് വർക്കറെ പോലെ തന്നെ ഇവിടെ കാണത്തുള്ളൂ. അല്ലാണ്ട് പണ്ടത്തെ പുറത്തുള്ള യൂറോപ്പിലത്തെ ഒക്കെ പോലത്തെ ഭയങ്കര ഹാർഷായിട്ടുള്ള സ്ലേവറി സിസ്റ്റം ഒന്നും നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഫോറിൻ അക്കൗണ്ട്സിലൊക്കെ ഇവിടെ സ്ലേവറി ഇല്ലായിരുന്നായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ ശരിക്കും ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ റൂളൊക്കെ എങ്ങനെയായിരുന്നു, ഓരോ രാജാക്കന്മാരെ എങ്ങനെ റൂൾ ചെയ്തു, അത് ചില രാജാക്കന്മാരൊക്കെ നമ്മൾ പ്രിസൈസ് ആയിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് ഇവരിങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പം അതൊക്കെ നമുക്ക് ഫോറിൻ അക്കൗണ്ട്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മളായിട്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ലിറ്റററി സോഴ്സസും. അപ്പം ഇതൊക്കെയായിരുന്നു നമുക്ക് സോഴ്സ് ആയിട്ട് ഉണ്ടായിരുന്ന പോളൻ അനാലിസിസ്, ജിയോളജിക്കൽ സ്റ്റഡീസ്, കോയിൻസ്, ഇൻസ്ക്രിപ്ഷൻസ്, ലിറ്റററി സോഴ്സസ്, ഫോറിൻ അക്കൗണ്ട്സ്.
ഇനി നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലുള്ള ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഏർലിയസ്റ്റ് സ്കൾ, അതായത് ഇവിടുത്തെ ആദ്യത്തെ സ്കൾ, ഒരു മനുഷ്യന്റെ സ്കള് കിട്ടിയത് നമ്മൾ വിളിക്കുന്നത് രാമപിത്തക്കസ് ഇല്ലെങ്കിൽ ശിവപിത്തക്കസ് എന്നായിരുന്നു. ഇത് കണ്ടത് ശിവാലിക് ഹിൽസിലായിരുന്നു. ഓക്കെ, ശിവാലിക് ഹിൽ എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനെ കവർ ചെയ്യുന്ന ഒരു ഹില്ലാണ്. അവിടെ നിന്നാണ് ഏറ്റവും ഏർലിയസ്റ്റ് സ്കൾ, അതായത് ഏറ്റവും ആദ്യം നമുക്ക് കിട്ടിയ സ്കള് അതായിരുന്നു. അപ്പോൾ ആ രണ്ട് സ്കളിനെ നമ്മൾ വിളിച്ചിരുന്നത് രാമപിത്തക്കസ്, ശിവപിത്തക്കസ് എന്നായിരുന്നു. ഓക്കെ, ശ്രീലങ്കയിലുള്ള ഫഹീൻ കേവ്സ് ആണ് ഏറ്റവും ഓൾഡസ്റ്റ് അപ്പർ പാലിയോലിത്തിക് സൈറ്റ് ഇൻ ഇന്ത്യൻ കോണ്ടിനെന്റ്. പാലിയോലിത്തിക് സൈറ്റ്സ് ഒക്കെ എന്താണെന്ന് നമ്മൾ പറയുന്നത്, അതായത് സ്റ്റോൺ ഏജിന്റെ പല സ്റ്റേജസ് ആണ്. ആദ്യം പാലിയോലിത്തിക്, പിന്നെ മീസോലിത്തിക്, പിന്നെ നിയോലിത്തിക്, പിന്നെ ചാൽക്കോലിത്തിക്, അങ്ങനെയാണ് സ്റ്റോൺ ഏജ് നമ്മൾ ഡിവൈഡ് ചെയ്ത് വരുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ ആണ് നമ്മുടെ അപ്പർ പാലിയോലിത്തിക് സൈറ്റ്, അതായത് ഓൾഡസ്റ്റ് പാലിയോലിത്തിക് സൈറ്റ്, അതായത് ഏറ്റവും ആദ്യത്തെ സൈറ്റ് എന്നാണ് അപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് ഫഹീൻ കേവ്സ് ആയിരുന്നു ശ്രീലങ്കയിലുള്ളത്. പിന്നെ ഈ മിഡിൽ അതേപോലെ തന്നെ അപ്പർ പാലിയോലിത്തിക് സൈറ്റ്സിലുള്ള ടൂളൊക്കെ ഉണ്ടല്ലോ, അത് ഈ മെയിനായിട്ട് കണ്ടത് ഡെക്കാൻ പ്ലാറ്റൂവിലാണ് ഏറ്റവും കൂടുതൽ മിഡിലും അപ്പർ പാലിയോലിത്തിക്കിലത്തെയും ടൂൾസ് ഒക്കെ നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി ലോവർ പാലിയോലിത്തിക്, അതായത് ഏർലി ഓൾഡ് ഏജ് സൈറ്റ് ശരിക്കും ഇന്ത്യയിൽ ബോറി, അത് മഹാരാഷ്ട്രയിലുള്ളതാണ്. ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അതായത് ഞാൻ പറഞ്ഞല്ലോ പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക്. അതിൽ പാലിയോലിത്തിക് എന്ന് പറഞ്ഞാൽ ലോവർ, പിന്നെ മിഡിൽ, പിന്നെ അപ്പർ. അപ്പോൾ ലോവർ ആണ് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത്, മിഡിൽ പിന്നെ സെക്കൻഡ്, അപ്പർ പിന്നെ തേർഡ്, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ലോവർ എന്ന് പറയുന്നതാണ് ഏറ്റവും ആദ്യത്തെ സൈറ്റ്. അപ്പോൾ ലോവർ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ആദ്യം കണ്ട സൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് ബോറി ആയിരുന്നു, മഹാരാഷ്ട്രയിലുള്ളത്. അതാണ് ഏറ്റവും ഓൾഡസ്റ്റ്. അപ്പം ഏറ്റവും ഓൾഡസ്റ്റ് സൈറ്റ് ഏതാണ്? ബോറി. അപ്പം ഏറ്റവും പാലിയോലിത്തിക്കിലെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആണ് അപ്പർ പാലിയോലിത്തിക്. അപ്പോൾ ഓൾഡസ്റ്റ് അപ്പർ പാലിയോലിത്തിക് സൈറ്റ് ആണ് ശ്രീലങ്കയിലത്തെ ഫഹീൻ. പക്ഷെ ഏറ്റവും ആദ്യത്തെ സൈറ്റ് എന്ന് പറയുന്നത് ബോറി, മഹാരാഷ്ട്ര. മനസ്സിലായില്ലേ? പിന്നെ ഈ മിഡിലെ അപ്പറിലെ, അതായത് ലോവർ കഴിഞ്ഞ് മിഡിലും അപ്പറിന്റെയും ടൂൾസ് ഒക്കെ മെയിനായിട്ട് കണ്ടത് മൊത്തം ഡെക്കാൻ പ്ലാറ്റൂവിലാണ്. മനസ്സിലായില്ലേ? ഇനി ഏർലി ഓൾഡ് സ്റ്റോൺ ഏജ് സൈറ്റ്സ്. ഓക്കെ, ഏർലി ഓൾഡ് സ്റ്റോൺ ഏജ് സൈറ്റ്സ് എന്ന് പറയുന്നത് വാലി ഓഫ് റിവർ സോഹാൻ ഇൻ പഞ്ചാബ്, പാകിസ്ഥാൻ, പിന്നെ അതേപോലെ തന്നെ കാശ്മീർ, അതേപോലെ തന്നെ താർ ഡെസേർട്ട്. ഇവിടെയൊക്കെയാണ് ഏർലി ഓൾഡ് സ്റ്റോൺ ഏജ് സൈറ്റ്സ്. ഓക്കെ, ആദ്യത്തെ ഏർലി ഓൾഡ് സ്റ്റോൺ ഏജ് സൈറ്റ്സ് എവിടെയൊക്കെയാണ് കണ്ടിരുന്നത്? പഞ്ചാബിൽ റിവർ സോഹാൻ്റെ വാലിയിൽ, പിന്നെ പാകിസ്ഥാൻ, കാശ്മീർ, താർ ഡെസേർട്ട്. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.